ഇവിടെ ഈ കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞേ VS ജോയ് ആണെങ്കിൽ മലയോര മേഖലയിൽ നിന്നുള്ള ആളാണ്, ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. അതിപ്പോ ഷൗക്കത്തിനും അറിയാം. അത് പിന്നെ അൻവറിന്റെ ഒരു തട്ടിപ്പാ. അല്ലെങ്കിൽ ഇപ്പൊ അയാള് ഈ ഒരു ഇലക്ഷൻ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ PV അൻവർ പിണങ്ങി നിൽക്കുന്നത് വലിയ പ്രശ്നമാവോ കോൺഗ്രസിന്? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഒരു കോമാളിയായി മാറിക്കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ അധികാരം ഏൽപ്പിച്ചാണ്. ഒരു കാര്യം ഉണ്ടായില്ല. അൻവറിന്റെ വർത്തമാനം ഇപ്പൊ ആരും ഇവിടെ നിലമ്പൂർക്കാർക്ക് പൊതുവെ ഒരു അഭിപ്രായമല്ല അൻവറിനെ പറ്റിയിട്ട്. എന്താ വെച്ചാൽ അയാളുടെ ഓരോ ടൈമിലും അയാളുടെ ഒരു വ്യക്തിത്വം കാണിക്കുന്നില്ല. പിന്നെന്താ ഒരു വ്യക്തിത്വത്തിനകത്ത് രാഷ്ട്രീയ നേതാവിനെ എന്തിനാ നിലമ്പൂർക്കാർക്ക് വേണ്ട എന്നുള്ള എന്റെ അഭിപ്രായം. ഇന്നലെ PV അൻവർ പറഞ്ഞത് VS ജോയ് ആണ് മലയോര മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്നത്. മലയോര മേഖലയ്ക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതായി എന്നാ പറഞ്ഞത്. ഈ ജോയി എന്ന് വന്നു, സൗക്കത്ത് എന്നുണ്ട് ഇവിടെ എന്നുള്ളതൊക്കെ ഇവിടെ ജനങ്ങൾക്ക് അറിയില്ലേ. ആ ഒരു തീരുമാനം ഇവിടെ വന്നു, അത്രേ പറയാനുള്ളൂ. അവർക്ക് ചാൻസ് കിട്ടും, കാത്തിരിക്കട്ടെ. പെട്ടെന്ന് ഇന്നലെ വന്നു, ഇന്നലെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാല് സാധിക്കും, അനുവദിക്കൂല. ഷൗക്കത്ത് അറിയുന്ന നാട്ടുകാരനല്ലേ, നിക്കട്ടെ. സലീമും നാട്ടുകാരനാണ്, നിക്കട്ടെ. ഒരു രണ്ടും മത്സരിക്കട്ടെ, ആരാണ് ഭാഗ്യവാൻ എന്നറിയാലോ. പിടക്കണ മീൻ പോലെ തന്നെ പിടക്കണ ഇലക്ഷനാണല്ലോ വരാൻ പോണത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാര്യം എന്താ വെച്ചാല് ഒരു MLA വിളിച്ചു പറഞ്ഞ സത്യങ്ങള് പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിന് ആൻസറബിൾ ആണ് ശരിക്കും ഭരണകൂടം. പക്ഷെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള ആൻസറും കിട്ടിയില്ല. ആ നിലയ്ക്ക് ജനങ്ങളെ വിലയിരുത്തുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും.